മലയാളത്തിൽ എഴുതുക എന്നുള്ളതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന ആളാണ്. നമ്മളുടെ കൊളോക്കിയൽ ഭാഷ എടാപാടാ പോടാ അല്ല മലയാളം. മലയാളം എന്ന് പറയുന്ന സാഹിത്യ ഭാഷ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊരു ബുക്ക് തന്നെ അതിനെക്കുറിച്ച് എഴുതി, സിവിൽ സർവീസ് എങ്ങനെ മലയാളത്തിൽ എഴുതാം, കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട്. ഇത് പലർക്കും അറിയത്ത് പോലുമില്ല. അപ്പോൾ എൻ്റെ സർവീസ് എന്ന് പറയുന്നത് IRS ആണ്. IAS, IPS, IFS, IRS, റെയിൽവേ സർവീസ്, ഇൻഫർമേഷൻ സർവീസ്, അക്കൗണ്ട് സർവീസ്, കോർപ്പറേറ്റ് ലോ സർവീസ്, അങ്ങനെ 20-ൽ പരം സർവീസുകളിലേക്കാണ്. അതെല്ലാം സിവിൽ സർവീസാണ്. അപ്പോൾ അതിൽ ഞാൻ IRS IT ആണ്. 99% എല്ലാവരും ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. പക്ഷേ പർപ്പസ്ഫുള്ളി ആരെങ്കിലും പർപ്പസ്ലി ചെയ്യുന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റെയ്ഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഓഫ്കോഴ്സ് അതിൻ്റെ ഭാഗമായിട്ടിരുന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് റെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഒരാൾ അത് ഇവേഷൻ നടത്താൻ ശ്രമിച്ചു, നമ്മളത് കണ്ടുപിടിച്ചു, അത് പുറത്ത് കൊണ്ടിരുന്നു, അയാളോട് അത് അടയ്ക്കാൻ പറയുന്നു, അങ്ങനെ അത് അടയ്ക്കുന്നു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഈ പറയുന്ന കാര്യം. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. എൻ്റെ അമ്മ ഒരു 3 ടേമിൽ പഞ്ചായത്തിൽ സേവനം അനുഷ്ഠിച്ച ആളാണ്. പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അച്ഛനാണോ അങ്ങനെ സോഷ്യലി ഇൻവോൾവ് ആണ്. ഞാനും അങ്ങനെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരമായി മാറാൻ കഴിയുക എന്നുള്ളതൊരു ആഗ്രഹമാണ് പലപ്പോഴും. അത് ആളാവാനോ വലിയ ഹീറോ ആവാനോ ഒന്നുമല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ സർവീസിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓർക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാലാ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് നാൾ സിവിൽ സർവീസിനെ പോയെന്ന് പരിചയപ്പെടാമെന്ന് കരുതി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡിസിഷനായിരുന്നു പിന്നെ സിവിൽ സർവീസ് എന്നുള്ള രീതിക്ക്. അപ്പോൾ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനെ പരിചയപ്പെടുകയും സിവിൽ സർവീസിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് നമുക്ക് മുന്നോട്ട് സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷെ ഫസ്റ്റ് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ പിന്നെ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി, അന്ന് 2 ഓപ്ഷനിൽ വേണം, ഹിസ്റ്ററി മലയാളം ലിറ്ററേച്ചറുമാണ് ഞാൻ ഓപ്ഷണൽസ് ആയിട്ട് എടുത്തത്. എന്നാൽ അതിന് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊരു 6 മാസം 1 വർഷമൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വിഷയം പഠിച്ചെടുക്കാൻ അതിനോട് താല്പര്യം വരണം. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, സിവിൽ സർവീസ് നേടുക എന്ന് പറയുന്ന ഒരു ആത്യന്തികമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വേയിലേക്കും കടന്നു പോകും. പിന്നീട് ഞാൻ അത്യാവശ്യം പഠിപ്പിക്കാനും കാര്യങ്ങളുമായിട്ട് അതേ അക്കാദമിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പം എനിക്ക് പിന്നീട് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. സ്വന്തമായിട്ട് ഈ ക്ലാസ്സൊക്കെ എടുത്ത് കിട്ടുന്ന എക്സ്ട്രാ വരുമാനം കൊണ്ടും നമ്മളുടെ അവിടുത്തെ സ്റ്റേ കാര്യങ്ങൾ, അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോയി. സിവിൽ സർവീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾ എഴുതി അത് കിട്ടിക്കഴിയുമ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുന്ന ലക്ഷ്യം മറന്നുപോവുകയോ വിട്ടുപോവുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ബാലൻസ് വയ്ക്കുക എന്ന് വെച്ച് നമുക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്നതിൽ ഒരു പ്രോബബിലിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും അത് കിട്ടാം 100% കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ എത്രയുണ്ട് അതിനുള്ള അടുപ്പം എന്നുള്ളതനുസരിച്ചിരിക്കും. അതൊക്കെ പറയാനെങ്കിൽ ഒരുപാട് ദീർഘമായി പറയേണ്ടി വരും. പക്ഷേ സിവിൽ സർവീസിനോടൊപ്പം ഒരു പ്ലാൻ ബി വെക്കുന്നത് നല്ലതാണ്. UPSCയുടെ തന്നെയോ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയോ ഇവിടുത്തെ PSCയുടെയോ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയോ ഒക്കെ പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, നമുക്കുള്ള പൊതുവായിട്ടുള്ള അത്യാവശ്യം സ്പീക്കിംഗ് എബിലിറ്റി, ലിസണിങ് എബിലിറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ബേസിക് സ്കിൽസ്, ഇതൊക്കെ തന്നെയാണ് ഇതിലെല്ലാം ഉള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഏത് ഇതിലൂടെ കടന്നു പോയാലും അതിൻ്റെ ഇൻ്റർവ്യൂ, അതിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിലിമിനറി ടെസ്റ്റ്, ഇതിലെല്ലാം ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജ് വേണം. അത്യാവശ്യം ആനുകാലിക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനേയും നമ്മൾ വിശകലനം ചെയ്ത് നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അത് തുറന്നു പറയാനുള്ള സ്റ്റേജ് ഫ്രൈറ്റ് ഇല്ലാത്ത, തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം. അതിന് തക്കതായ ഒരു ഭാഷയുണ്ടാവണം. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളിലുണ്ടോ എന്ന് സ്വയം പരിശോധന നടത്തിയാൽ തന്നെ ഇതിനൊന്നും വേറൊരിടം തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു സമയത്ത് അതിലേക്ക് കടന്നു വന്നു. ഈ ഓരോ വർഷവും ഉള്ള എൻ്റെ പോക്കിൽ ഇതൊക്കെ എന്നോട് ചേർന്നു എന്നുള്ളതാണ്. ആ പഠനം കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോയി, അതേസമയം ക്ലാസ്സും മറ്റു കാര്യങ്ങൾ എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറേയധികം നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ഭാഗവും സിവിൽ സർവീസിലല്ല മറ്റ് ജോലികളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഒത്തിരി വർഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. ചിലർക്ക് സമ്മർദ്ദങ്ങൾ കാണും, കാരണം 1-2 വർഷമോ സാധിക്കുകയുള്ളൂ, അതിനുശേഷം ജോലി അനിവാര്യമായിരിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ മറ്റു ജോലികൾക്കും തയ്യാറെടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്താണെങ്കിലും സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആനമുടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അങ്ങ് കടക്കാൻ പറ്റും. അതാണ് ഇതിനോടൊപ്പം മറ്റു പരീക്ഷകൾ എഴുതുമ്പോൾ കിട്ടുന്നൊരു ഗുണം. 2005 ഞാൻ ഡിഗ്രി പാസ്സാവുന്നു. 2006 എൻ്റെ ആദ്യത്തെ എലിജിബിൾ ഇയർ. 21 വയസ്സ് പൂർത്തിയായ, ഡിഗ്രി പൂർത്തിയായ ആൾക്കാണ് സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് എലിജിബിൾ ഇയറിൽ തന്നെ ഞാൻ എഴുതി.
2006. അപ്പം അന്ന് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഫെയിലിയറായി. തൊട്ടടുത്ത വർഷം വീണ്ടും ഒരു വർഷം ഇതിനെക്കുറിച്ച് പഠിച്ചും നടന്നും ഒക്കെ ആയിട്ട് 2007 എഴുതി. അപ്പോഴും ഫെയിലിയർ തന്നെയായിരുന്നു. രണ്ടാമത് എഴുതിയതിന് ശേഷമാണ് കുറച്ചുകൂടി ഞാനിതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തത്. 2008 പ്രിലിമിനറി ക്ലിയർ ചെയ്യുന്നു, പക്ഷേ മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നില്ല. അതിനി മറ്റൊരു കാര്യമാണ്. നമ്മൾ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി മെയിൻ ഇൻ്റർവ്യൂ തലങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് പലപ്പോഴും നമ്മൾ പ്രിലിമിനറി 2 തവണ തോറ്റപ്പോഴേക്കും പിന്നെ പ്രിലിമിനറി ജയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്. പ്രിലിമിനറി ജയിച്ചു, പക്ഷേ മെയിൻ പരീക്ഷ പാസ്സാവാനും മാത്രമുള്ള പ്രിപ്പറേഷൻ അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും 2008 പരാജയം. 2009 പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ക്ലിയർ ചെയ്യുന്നു. 2010 ആദ്യ മാസങ്ങളിൽ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നു. UPSC ഇൻ്റർവ്യൂവിനായിട്ട് ഡൽഹിയിൽ പോകുന്നു. നമ്മുടെ ആദ്യത്തെ ഡൽഹി യാത്ര, ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര, അതൊക്കെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴേക്കും ഞാൻ ഇതിനകത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോഴേക്കും എല്ലാം സ്വയം പര്യാപ്തമായി ചെയ്യാൻ നമ്മൾ പാകപ്പെട്ടു എന്നുള്ളതാണ്. അതിനോടിടയ്ക്ക് എനിക്ക് LD ക്ലർക്കായിട്ട് ജോലി കിട്ടി. മറ്റ് ചില ജോലികളിൽ ലിസ്റ്റിൽ പേര് വന്നു. LD ക്ലർക്കായിട്ട് ഞാൻ പാലാ മുത്തോലി പഞ്ചായത്തിൽ ജോയിൻ ചെയ്തു. ഒരു 6 മാസത്തോളം പാലാ മുത്തോലി പഞ്ചായത്തിൽ LD ക്ലർക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പഠിപ്പിക്കാൻ പോക്കും കാര്യങ്ങളും ഒരു സൈഡിൽ. പക്ഷേ ജോലി ആയപ്പോഴേക്കും പിന്നെ അത് നിർത്തേണ്ടി വന്നു. ശനി ഞായർ ദിവസങ്ങളോ അവധി ദിവസങ്ങളിലോ മാത്രമായിട്ട് ചുരുക്കേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെയും സപ്പോർട്ടായിരുന്നു. ഞാൻ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന ആ സമയത്ത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് കോട്ട് തയ്പ്പിക്കണം, അത് വേണം, ഇത് വേണം, യാത്ര കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് എനിക്ക് വേണ്ടി വന്ന എല്ലാ ചിലവിനുമുള്ള ഒരു നീക്കിയിരിപ്പ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, ഈ പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഇതിലൂടെ കടന്നു പോകുമ്പോൾ 4 വർഷമൊക്കെ എടുക്കുമ്പം നമ്മൾ ഒത്തിരി പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വരുന്ന സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോഴും കുറച്ചുകൂടെ ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമ്പം ഇത്തരം ഗുണങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ ആസ്പിറൻസിനോട് ജസ്റ്റ് ഷെയർ ചെയ്തു. സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ച് BCom കഴിഞ്ഞ് വന്ന ഒരാളെ സംബന്ധിച്ച് പശ്ചാത്തലങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പം നമുക്ക് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഹിസ്റ്ററി മലയാളമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് മലയാളത്തിൽ എഴുതുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് അന്ന് അവിടെ നമ്മളോടൊക്കെ അവതരിപ്പിക്കപ്പെട്ടു. അത് അന്ന് മരിച്ചുപോയി അദ്ദേഹം. ഐസക് തോമസ് സാർ എന്ന് പറഞ്ഞ പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക പ്രിൻസിപ്പാളായിരുന്ന അദ്ദേഹം ആണ് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, FG സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് റിട്ടയർ ചെയ്ത ബാബു സെബാസ്റ്റ്യൻ സാർ. ബാബു സെബാസ്റ്റ്യൻ സാറാണ് മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു പ്രധാന അധ്യാപകൻ. അദ്ദേഹത്തോടൊപ്പം ഡേവിസ് സാർ എന്ന് പറഞ്ഞ മറ്റൊരു മലയാള അധ്യാപകൻ. അപ്പം ഇവരുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ കൂടിയപ്പോഴാണ് മലയാളം നമുക്ക് എടുക്കാം. അതായത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്, മലയാളം ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയല്ല. നമുക്ക് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന അത്ര പോലും മലയാളം അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് പലരും സമ്മതിച്ചു തരില്ല. കാരണം നമ്മളുടെ കൊളോക്കിയൽ ഭാഷ എടാവാടാ പോടാ അല്ല മലയാളം. മലയാളം എന്ന് പറയുന്ന സാഹിത്യ ഭാഷ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റേത് ഭാഷയും പഠിച്ചെടുക്കുന്നതിനേക്കാളോ അല്ലെങ്കിൽ അതിനൊപ്പമോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയില്ല എന്നുള്ളതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടൊക്കെ കൊണ്ടുനടന്ന കാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരുപക്ഷെ ഇംഗ്ലീഷിനേക്കാളും പഠിക്കാൻ ബുദ്ധിമുട്ട്. കാരണം വാക്കിന് തത്തുല്യമായൊരു ഒരു വാക്ക് കിട്ടിയാലായി, ഇല്ലെങ്കിലായി. മലയാളത്തിൽ എന്നൊക്കെ പറയുന്ന ഒരു വാക്കിന് എത്രയോ പര്യായങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് മലയാള ഭാഷ എന്ന് പറയുന്നത് വളരെ സമ്പുഷ്ടമായ ഭാഷയാണ്. അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കൊളോക്കിയൽ ഭാഷയല്ല മലയാള സാഹിത്യ ഭാഷ. ആ സാഹിത്യ ഭാഷ സാഹിത്യമാക്കാൻ നമുക്ക് കുറച്ച് സമയമെടുത്തു. അപ്പം അതിലൂടെ കടന്നു പോകാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ പറയുന്ന മലയാള അധ്യാപകന്മാരെ, അവരൊക്കെ ഒരുപാട് സഹായിച്ചു. ഇത് പലർക്കും അറിയത്ത് പോലുമില്ല. അതുകൊണ്ടാണ് ഞാനൊരു ബുക്ക് തന്നെ അതിനെക്കുറിച്ച് എഴുതി. സിവിൽ സർവീസ് എങ്ങനെ മലയാളത്തിൽ എഴുതാം, കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ കണ്ടന്റിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ നമുക്ക് എഴുതാം. കാരണം ഇവിടെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതിനെ പറ്റി അറിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഒരുപാട് പേര് മലയാളത്തിൽ എഴുതുന്നുണ്ട്. മലയാളത്തിൽ എഴുതുക എന്നുള്ളതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന ആളാണ്. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നാലും ഒരുപക്ഷെ ഞാൻ തർക്കിക്കാനില്ല, എങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മറ്റുള്ളവരുടെ തോന്നൽ അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇംഗ്ലീഷോ മലയാളമോ കൃത്യമായി പലപ്പോഴും എഴുതാനും ഫലിപ്പിക്കാനും അറിയില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതൊരു നാണക്കേടായിട്ട് വിചാരിക്കാതെ നമുക്കത് എങ്ങനെ ചെയ്യാം, ഒരു 2-3 മാസം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഏതൊരു ഭാഷ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് മലയാളത്തിൽ എഴുതുന്നത്. ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അഭിമുഖ പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അളക്കുന്ന ടെസ്റ്റാണ്. നമ്മളുടെ പ്രിലിമിനറി മെയിനും പാസ്സായ ഒരാളെ സംബന്ധിച്ച് പിന്നെ അയാളുടെ അറിവിനെ അളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും അളക്കപ്പെടുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്.
അപ്പോൾ ആ പേഴ്സണാലിറ്റി അളക്കുക എന്ന് പറയുന്നത് മുമ്പിലിരിക്കുന്ന ആളുമായിട്ട് 1 to 1 സംസാരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം. അപ്പം അവിടെ നമ്മൾ മലയാളത്തിലാണ് പറയുന്നത്, ഒരു ട്രാൻസ്ലേറ്ററാണ് നമ്മുടെ ഉത്തരങ്ങൾ ഈ ചോദ്യകർത്താവിലേക്ക് എത്തിക്കുക. അത് പലപ്പോഴും നമ്മൾ ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ബേസിക് പർപ്പസ് സെർവ് ചെയ്യാതെ പോകും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസിക്കായി പഠിച്ച ഒരു 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ച അല്ലെങ്കിൽ സാമാന്യമായ ഇംഗ്ലീഷ് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഒരു 300 വാക്കുകൾ അറിയാമെങ്കിൽ, നമ്മൾ അറിയാവുന്ന വാക്കുകൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കിയാൽ നമുക്കൊരു 500ഓളം വാക്കുകൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പം 300 വാക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമ്പം അയ്യോ ഗ്രാമർ തെറ്റുമോ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ശരിയാണോ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അതൊന്ന് മാറ്റാൻ നമ്മളൊരു 10-20 ദിവസം ഒന്ന് ശ്രമിച്ചാൽ മതി. ഇപ്പോൾ ഒരുപാട് ആപ്പുകളും എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അതിൻ്റെ കാരണം ഈ 1 to 1 ഇൻറ്ററാക്ഷൻ, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായതുകൊണ്ട് ചെയ്തതാണ്. നമ്മൾ പാലായിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പോകാൻ അതിന് മുമ്പ് ഡൽഹിയിലോ മറ്റു കോച്ചിങ് സ്ഥാപനത്തിലോ ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ സ്വന്തമായ പ്രിപ്പറേഷനും ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ മുമ്പ് മെയിൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമ്മളൊരു ഫുൾ നമ്മളുടെ ബയോഡേറ്റ ഡീറ്റെയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് നമ്മളുടെ പേരൻസ്, നമ്മൾ പിന്നെ പഠിച്ച കോഴ്സുകൾ, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട്, അപ്പോൾ ഇൻ്റർവ്യൂവിന് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യാൻ നമ്മളെക്കുറിച്ച് തന്നെ എഴുതി കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഒന്നാമത് നമ്മൾ എഴുതി കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് ധാരണ ഉണ്ടാവണം. പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് അതിനെക്കുറിച്ച് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. കാരണം നമുക്ക് പൊതുവായുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നുള്ളത് ജസ്റ്റിഫയബിൾ ആണ്. പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മളെക്കുറിച്ച്, നമ്മുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോഴ്സിനെ കുറിച്ച്, നമ്മുടെ പേരൻസിൻ്റെ ഒക്യുപ്പേഷനെ കുറിച്ച്, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ആ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറേയധികം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പഠിച്ചത് ബികോം ആണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം. ഞാൻ വരുന്ന കേരളത്തിൽ നിന്നാണ്, കേരളത്തെക്കുറിച്ച് ചോദിക്കാം. ഞാൻ വരുന്ന ഒരു സ്ഥലം പെരിങ്ങളം അല്ലെങ്കിൽ പൂഞ്ഞാറ്, ഈ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജോഗ്രഫിയെക്കുറിച്ച്, വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ റബ്ബർ കൃഷിയെക്കുറിച്ച്, റബ്ബറിൻ്റെ ഇപ്പോഴത്തെ സാധ്യതകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, കേരള സമൂഹത്തിൻ്റെ പൊതുവായിട്ട് അഭിമുഖീകരിക്കപ്പെടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതൊക്കെ നമുക്കതിൽ ചോദ്യമായിട്ട് ഫേസ് ചെയ്യാം. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പം വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇതൊക്കെ വന്നു എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പേര് തന്നെ ജ്യോതിസ് എന്നുള്ള എൻ്റെ പേര്, ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ആസ്ട്രോളജി എന്നല്ല അർത്ഥം. പക്ഷേ ജ്യോതിഷ്, എൻ്റെ പേര് JYOTHIS എന്നാണ്. അതിൽ H ചേർക്കുമ്പോൾ ജ്യോതിഷ് ആണെങ്കിൽ ആസ്ട്രോളജി ആവുള്ളൂ. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഒരു 5 മിനിറ്റോളം ചർച്ച നടന്നു. അപ്പോൾ ജ്യോതിസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ലൈറ്റാണ്. ഓക്കെ, ഡു യു ബിലീവ് ഇൻ ആസ്ട്രോളജി എന്നായി. പിന്നെ അപ്പം ആസ്ട്രോളജിയെക്കുറിച്ച് പിന്നെ ചർച്ചയായി. ആസ്ട്രോളജി, ആസ്ട്രോണമി തമ്മിലുള്ള കണക്ഷൻ, കാരണം എൻ്റെ ഹിസ്റ്ററി സബ്ജക്റ്റും കൂടെയാണല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അപ്പം ഇതൊക്കെ നമുക്ക് നമുക്ക് മുൻകൂട്ടി ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇന്നത് വരും എന്ന് പ്രതീക്ഷിക്കാം. അത് കൂടുതലും നമ്മൾ എഴുതി കൊടുത്ത് ഈ ബയോഡേറ്റ ആയിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്ന, അവിടെ ചെല്ലുമ്പം നമ്മൾ നെർവസ് ആയി പോകും. നമ്മൾ ഡൽഹിയിൽ ചെന്ന് UPSCൻ്റെ ബോർഡിൽ കയറി ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാതെ ചെന്നിരിക്കുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ഒരു ധാരണ ഇവരെന്തോ നമുക്ക് ജോലി തരാതിരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നാണ്. അതൊരിക്കലും അല്ല. അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കാനിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ അതൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്ന് പ്രൂവ് ചെയ്യലാണ് നമ്മളുടെ ഓരോ നിമിഷവും നമ്മുടെ ദൗത്യം. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ സർവീസ് എന്ന് പറയുന്നത് IRS ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സിവിൽ സർവീസിലേക്ക് ഒക്കെ വരുമ്പം IAS, IPS, IFS, IRS, റെയിൽവേ സർവീസ്, ഇൻഫർമേഷൻ സർവീസ്, അക്കൗണ്ട് സർവീസ്, കോർപ്പറേറ്റ് ലോ സർവീസ്, അങ്ങനെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അങ്ങനെ 20-ൽ പരം സർവീസുകളിലേക്കാണ്. അതെല്ലാം സിവിൽ സർവീസാണ്. അപ്പോൾ അതിനകത്ത് റവന്യൂ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റവന്യൂ നമ്മളുടെ രാജ്യത്തിൻ്റെ റവന്യൂ, സെൻട്രൽ റവന്യൂ ആണിത്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ റവന്യൂ ആയി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസാണ്. അപ്പോൾ അതിൽ ഞാൻ IRS IT ആണ്. IRSൽ തന്നെ IT എന്ന് പറയുന്ന ഡയറക്റ്റ് ടാക്സ് ആണ്. IRSൽ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ്, കസ്റ്റംസ് ആൻഡ് GST എന്ന് പറയുന്ന മറ്റൊരു സഹോദര വിഭാഗം കൂടിയുണ്ട്. ഇത് രണ്ടും ഇന്ത്യൻ റവന്യൂ സർവീസിൽ പെട്ടതാണ്. ഇന്ത്യൻ റവന്യൂ സർവീസ് IT, ഈ ഡയറക്റ്റ് ടാക്സിൽ നമ്മൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ ഡയറക്റ്റ് വരുന്ന ടാക്സാണ് ഈ പറയുന്ന ഇൻകം ടാക്സ്. മറ്റേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് സർവീസ് ടാക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ GST ആക്കി. അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും എന്ത് സർവീസ് നമ്മൾ സ്വീകരിച്ചാലും ഒക്കെ ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് കൊടുത്തത്. അപ്പോൾ ഞാൻ പോകുന്നത് ഡയറക്റ്റ് ടാക്സ് വിഭാഗത്തിലാണ്. അവിടെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുണ്ട്. പിന്നെ ഈ ടാക്സ് കളക്ഷൻ, നിങ്ങൾക്കറിയാം, ടാക്സ് പ്രോപ്പറായിട്ട് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നു. ആൾക്കാർ, നമ്മളുടെ രാജ്യത്ത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ ഇൻകം കാണിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പം
അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് എല്ലാം സിസ്റ്റത്തിൽ മോണിറ്ററാണ്. ഞങ്ങൾ ഇൻകം ടാക്സ് സിസ്റ്റത്തിൻ്റെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അത് എല്ലാം നോക്കി വെച്ച്, ഇപ്പോൾ എല്ലാം ഓട്ടോമൈസ്ഡാണ്, എല്ലാം സിസ്റ്റമാണ്. അപ്പം എനിക്ക് അഥവാ എന്തെങ്കിലും മറവ് സംഭവിച്ചാൽ എൻ്റെ സിസ്റ്റം എന്നെ കാണിക്കും, ഇത് ഇത്ര രൂപ നമുക്ക് ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് TDS പിടിച്ച് വന്നിട്ടുള്ള എൻ്റെ ഇൻകം ഉണ്ടാകും. അപ്പോൾ TDS ഉണ്ടെങ്കിൽ അതിന് എനിക്ക് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം സിസ്റ്റത്തിൽ ഓട്ടോമേറ്റഡ് ആണ്. അപ്പം ഇത് പ്രോപ്പറായി അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. അപ്പം ടാക്സ് ഇവേഷൻ ഒക്കെ തടയുക, ടാക്സ് പ്രോപ്പറായി നൽകപ്പെടുന്നുവെന്ന് ഉറപ്പ് വരുത്തുക, അതിനേക്കാളേറെ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായ സേവനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം ടാക്സ് പേയേഴ്സാണ് രാജ്യനിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാർ. അപ്പം അവർക്ക് പ്രോപ്പറായ സർവീസസ്, അവർക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടുക, അവർക്ക് TDSന് കൃത്യമായി ക്രെഡിറ്റ് കിട്ടുക, അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നിവൃത്തി വരുത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ടാക്സ് കളക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ തരുന്ന ആൾക്കാരെ പ്രോപ്പറായി നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുള്ളത് ഉറപ്പ് വരുത്തുക. 99% എല്ലാവരും ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. പക്ഷേ പർപ്പസ്ഫുള്ളി ആരെങ്കിലും പർപ്പസ്ലി ചെയ്യുന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റെയ്ഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഓഫ്കോഴ്സ് അതിൻ്റെ ഭാഗമായിട്ടിരുന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് റെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഒരാൾ അത് ഇവേഷൻ നടത്താൻ ശ്രമിച്ചു, നമ്മളത് കണ്ടുപിടിച്ചു, അത് പുറത്ത് കൊണ്ടിരുന്നു, അയാളോട് അത് അടയ്ക്കാൻ പറയുന്നു, അങ്ങനെ അത് അടയ്ക്കുന്നു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഈ പറയുന്ന കാര്യം. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. കരിയറിൽ അന്നും ഇന്നും എനിക്ക് മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റും സൊസൈറ്റി ആയിട്ട്, ഇപ്പം റവന്യൂ സർവീസിനെ സംബന്ധിച്ചിടത്ത് ഒരുപാട് അങ്ങനെ സൊസൈറ്റി ആയിട്ട് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ IAS IPSകാരെ അറിയാവുന്നതുപോലെ IRSകാരെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ബിഹൈൻഡ് ദ കട്ടനാണ്, പുറത്തേക്ക് വന്ന സമൂഹത്തിലേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരല്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ കാര്യം, നമ്മളൊരു ടാക്സ് പേയേഴ്സിൻ്റെ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് ഒരു 5 to 6% ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഡയറക്റ്റ് ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കണക്ഷൻ, അറ്റ് ദ സെയിം ടൈം നമ്മൾ നാട്ടിൽ നമ്മൾ ലോക്കലിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം, ഈ രണ്ട് തമ്മിലുള്ള കണക്ഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്യോന്യം ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഒക്കെ ഇത് ഒരു കാര്യം. ഇപ്പം ഞാനിപ്പോൾ ഈ വളരെ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്കറിയാം. അപ്പം ഇവിടെ പലപ്പോഴും ആവശ്യം വരിക ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു സഹായം, ഒരു ബെഡ്, അല്ലെങ്കിൽ ഒരു സ്കൂളിലൊരു അഡ്മിഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് ഒരു റെഫറൻസ്, ഒരു സാഹചര്യം, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കത് ഒത്തിരി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ, ഛേദമില്ലാത്ത ഉപകാരം ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. നമുക്കറിയാവുന്ന, അപ്പം നമ്മളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ടിരിക്കുന്നവരോ ഒക്കെ ആയിരിക്കും കൂടുതലും. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഉണ്ട്, അവർ ജെനുവിനായിട്ടുള്ള ആൾക്കാരാണ്, കഴിയുമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുമോ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. എൻ്റെ അമ്മ ഒരു 3 ടേമിൽ പഞ്ചായത്തിൽ സേവനം അനുഷ്ഠിച്ച ആളാണ്. പ്രസിഡൻ്റായിട്ട്, വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അച്ഛനാണോ അങ്ങനെ സോഷ്യലി ഇൻവോൾവ് ആണ്. ഞാനും അങ്ങനെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥനൊക്കെ ആയി മാറിക്കഴിയുമ്പോൾ പൊതുവെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ പേടിച്ച് കുറച്ച് പിന്മാറും. കാരണം നമ്മൾ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെ നമ്മൾ പിന്മാറുമ്പം, നമ്മളിങ്ങനെ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ പിന്മാറിയിരുന്ന ആരുമായിട്ടും മിണ്ടാതിരിക്കുക, ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാതിരിക്കുക, അപ്പം നമുക്ക് ഒന്നിലും ഇൻവോൾവ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഞാൻ കണ്ടുവന്ന സാഹചര്യമോ എന്നെ പഠിപ്പിച്ചതോ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരമായി മാറാൻ കഴിയുക എന്നുള്ളതൊരു ആഗ്രഹമാണ് പലപ്പോഴും. അത് ആളാവാനോ വലിയ ഹീറോ ആവാനോ ഒന്നുമല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ഒരു ഗുണമായിട്ട് മാറാറുണ്ട്. നമ്മൾ അവിടെ വന്ന് കാണുന്ന ഫേസുകൾ, നമ്മൾ അവരുമായിട്ട് ചിരിച്ചു വയ്ക്കുന്ന ഒരു ബന്ധം ഈ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമാണത്. ഇവിടെ നിന്ന് എത്രയോ പേര് നമുക്കറിയാവുന്ന ആൾക്കാർ കൊച്ചു കൊച്ചു ജോലി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂൾ അഡ്മിഷൻ്റെ കാര്യം, അല്ലെങ്കിൽ പലപ്പോഴും ആവശ്യം വരുന്ന ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ പെട്ടെന്നൊരു എമർജൻസി സാഹചര്യം വന്ന് ഒരു കെയർ പ്രോപ്പറായിട്ട് കിട്ടുമെന്നുള്ളത്. എല്ലാ ഹോസ്പിറ്റലിലും കെയറൊക്കെ തരും, പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ 100 കൂട്ടം തിരക്കാണ്, നമുക്കൊന്ന് വിളിച്ച് ഇവിടെ നിന്നൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് അങ്കലാപ്പായിരിക്കും. അപ്പോൾ ഒരു വാക്ക് അവർക്കൊരു വലിയ ഒരു സഹായമാകും. അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ സർവീസിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓർക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.